ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. സാമൂഹ്യ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി ഉച്ചകോടി റേസ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യം ഒരു രാഷ്ട്രം ഒരു വിപണി സമ്പ്രദായത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. പുതിയ കാർഷിക നിയമങ്ങൾ കർഷകക്ഷേമം മുൻനിർത്തിയെന്നും കേന്ദ്രമന്ത്രി. കോവിഡ്-19 ആഗോള വെല്ലുവിളിയാണെന്നും അതിനാൽ ആഗോളതലത്തിലുള്ള പരിഹാരമാണ് ആവശ്യമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. തുടർച്ചയായ 13ാം ദിവസവും രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവർ 10 ലക്ഷത്തിൽ താഴെ മാത്രം. കേരളത്തിൽ ഇന്ന് 8553 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. IPL ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ ഹൈദരാബാദിന് 209 റൺസ് വിജയലക്ഷ്യം. രണ്ടാം മത്സരത്തിൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വെർച്വൽ ഉച്ചകോടി റേസ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി എന്ന ആശയത്തെ ആസ്പദമാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയവും നിതി ആയോഗും ചേർന്നാണ് റേസ് 2020 സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി, സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ സാമൂഹിക പരിവർത്തനത്തിനും ശാക്തീകരണത്തിനും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ആശയ കൈമാറ്റത്തിന് മെഗാ ഉച്ചകോടി പ്രയോജനകരമാകും. രാജ്യം ഒരു രാഷ്ട്രം ഒരു വിപണി സമ്പ്രദായത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 കാർഷിക പരിഷ്കരണ ബില്ലുകളും രാജ്യത്തെ കർഷകർക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ. കാർഷിക പരിവർത്തനത്തിലേക്കും കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ദർശനാത്മക നടപടിയിലേക്കുമാണ് പുതിയ കാർഷിക ബില്ലുകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. ഗോവ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വില നിർണ്ണയിക്കുന്നത് നിർമ്മാതാവാണ്. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇടനിലക്കാർ വില നിർണ്ണയിക്കുന്ന പ്രവണതയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതിലൂടെ കൃഷിക്കാരനായ നിർമ്മാതാവിന് അവന്റെ കാർഷികോൽപ്പന്നത്തിനുള്ള വില തീരുമാനിക്കാനാകും. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുക മാത്രമല്ല, വില നേരിട്ട് കർഷകരുടെ കൈകളിൽ എത്തുമെന്ന അവസ്ഥയും ഉണ്ടാകുകയാണെന്ന് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില പോകില്ല. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും ആഗ്രഹിക്കുന്ന വിലയ്ക്ക് വിൽക്കാനും കഴിയും. പുതുതായി നടപ്പാക്കിയ കാർഷിക നിയമങ്ങളെ ചൊല്ലി രാഷ്ട്രീയത്തിനിരയാകരുതെന്ന് അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാൻ കേന്ദ്രം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും 2022ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും കേന്ദ്ര സഹമന്ത്രി റാവ് സാഹബ് ദാൻവെ. പുതിയ കാർഷിക നിയമങ്ങൾ കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയെയും വിപണിയെയും ബാധിക്കില്ലെന്നും കാർഷികോൽപ്പന്നങ്ങൾക്ക് ബദൽ വിപണി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് സ്വന്തം വിളകൾ വിപണനം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനാണ് കാർഷിക മേഖലയിലെ നിയമനിർമ്മാണം കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. വിപണി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കർഷകർക്കുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാനാണ് ഇത്തരം നടപടി സ്വീകരിച്ചത്. കാർഷിക നിയമങ്ങൾ യാഥാർത്ഥ്യമായതോടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് എവിടെയും വിൽക്കാൻ അവസരമൊരുങ്ങുകയാണ്. വിളകൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കാൻ ഇതുവഴി കഴിയും. തൃപ്തികരമായ കരുതൽ ശേഖരമുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി മുൻ IRS ഓഫീസർ മധു മഹാജൻ, BR ബാലകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചു. വിജിൽ ആപ്പ്, വോട്ടർ ഹെൽപ്പ് ലൈൻ 1950 എന്നിവയിലൂടെ ലഭിക്കുന്ന പരാതികളും ഇന്റലിജൻസ് വിവരങ്ങളും ഇരുവരുടെയും മേൽനോട്ടത്തിൽ പരിശോധിക്കും. പണം, മദ്യം, മറ്റ് പാരിതോഷികങ്ങൾ എന്നിവ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDAയിൽ സീറ്റ് ധാരണയായി. നിതീഷ് കുമാർ നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡും BJPയും പകുതി വീതം സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. 243 സീറ്റിൽ 122 എണ്ണത്തിൽ JDUവും 121 എണ്ണത്തിൽ BJPയും മത്സരിക്കും. JDUവിന് ലഭിച്ച സീറ്റുകളിൽ നിന്ന് ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് സീറ്റ് നൽകും. രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് BJPയാണ് സീറ്റ് നൽകുക. ഈ 2 പാർട്ടികൾക്ക് എത്ര വീതം സീറ്റ് നൽകണമെന്ന് പിന്നീട് തീരുമാനിക്കും.
കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തന സജ്ജമായ 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ആർദ്രം മിഷന്റെ ഭാഗമായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതെന്ന് മന്ത്രി കെ ശൈലജ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കോവിഡ്-19 ആഗോള വെല്ലുവിളിയാണെന്നും അതിനാൽ ആഗോളതലത്തിലുള്ള പരിഹാരമാണ് ആവശ്യമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും മുൻകരുതലുകളും എല്ലാവരും കർശനമായി പാലിക്കണം. നിലവിൽ 3ാംഘട്ട പരീക്ഷണങ്ങൾ നടക്കുന്ന വാക്സിനുകളുടെ ലഭ്യതയെക്കുറിച്ചും വാക്സിൻ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ളവരെക്കുറിച്ചും പഠിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉന്നതതല സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വാക്സിൻ വിതരണം, സംഭരണം, സൌകര്യം എന്നിവയെക്കുറിച്ച് വാക്സിൻ നിർമ്മാതാക്കളുമായി സർക്കാർ ചർച്ചകൾ നടത്തിവരുന്നതായും ശ്രീ ഹർഷവർദ്ധൻ അറിയിച്ചു. തുടർച്ചയായ 13ാം ദിവസവും രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവർ 10 ലക്ഷത്തിൽ താഴെ മാത്രം. ഇന്നത്തെ കണക്കനുസരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,37,625 നിലവിൽ ആകെ രോഗബാധിതരുടെ 14.32% ചികിത്സയിലുള്ളത്. കൂടുതൽ പരിശോധന, നേരത്തെ തിരിച്ചറിയൽ, കൃത്യമായ ചികിത്സ എന്നിവ രാജ്യത്ത് മരണനിരക്ക് കുറയ്ക്കാൻ കാരണമായി. 24 മണിക്കൂറിനിടെ 940 മരണം റിപ്പോർട്ട് ചെയ്തു. 1.5% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ശരാശരി 11.5 ലക്ഷം ടെസ്റ്റുകളാണ് പ്രതിദിനം നടത്തിയത്. പ്രതിദിനം 15 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ ഇപ്പോൾ നടത്താനാകും. ആകെ പരിശോധന 7.89 കോടി കവിഞ്ഞു. 24 മണിക്കൂറിനിടെ 82,260 പേരാണ് രോഗമുക്തരായത്. 75,829 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. രോഗമുക്തരുടെ എണ്ണം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ആകെ രോഗമുക്തരുടെ എണ്ണം 55 ലക്ഷം കടന്നു. 84.13% കോവിഡ് മുക്തി നിരക്ക്. കേരളത്തിൽ ഇന്ന് 8,553 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,851 പേർ രോഗമുക്തി നേടി. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തിയാണിത്. 84,497 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 1,44,471 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഒഡീഷയിലെ കോവിഡ് സ്ഥിതിയെക്കുറിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഭുവനേശ്വറിലെ ആരോഗ്യ സ്ഥാപന മേധാവികളുമായി ചർച്ച നടത്തി. സംസ്ഥാനത്തെ പകർച്ചവ്യാധിയെ നേരിടാൻ സ്വീകരിച്ച നടപടികൾ മന്ത്രി അവലോകനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഷാർജയിൽ നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുത്തു. 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ദുബായിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ടോസ് നേടിയ കിങ്സ് 11 പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് സാമൂഹിക വ്യാപനം കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീലങ്ക 2 പടിഞ്ഞാറൻ പ്രവിശ്യാ പട്ടണങ്ങളിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി. ദ്വീപ് രാഷ്ട്രത്തിൽ ഇതുവരെ 3,395 കോവിഡ് കേസുകളും 13 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ എല്ലാ സ്കൂളുകളും ഈ മാസം 31 വരെ അടച്ചിടാൻ തീരുമാനിച്ചതായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറിയിച്ചു. സ്കൂളുകൾ ഈ മാസം 5 വരെ അടച്ചിടാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഓൺലൈൻ ക്ലാസുകൾ തുടരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി ഉച്ചകോടി റേസ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യം ഒരു രാഷ്ട്രം ഒരു വിപണി സമ്പ്രദായത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. പുതിയ കാർഷിക നിയമങ്ങൾ കർഷകക്ഷേമം മുൻനിർത്തിയെന്നും കേന്ദ്രമന്ത്രി. കോവിഡ്-19 ആഗോള വെല്ലുവിളിയാണെന്നും അതിനാൽ ആഗോളതലത്തിലുള്ള പരിഹാരമാണ് ആവശ്യമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. തുടർച്ചയായ 13ാം ദിവസവും രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവർ 10 ലക്ഷത്തിൽ താഴെ മാത്രം. കേരളത്തിൽ ഇന്ന് 8,553 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. IPL ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ മുംബൈക്ക് ജയം. 2ാം മത്സരത്തിൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.